അപ്പോൾ നമ്മൾ ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ടും കഴിക്കുന്ന മോമോസ് എന്ന് പറയുന്ന സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ അളവൊന്നുമില്ല, എനിക്ക് തോന്നുന്ന അളവ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഉപ്പും പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഈ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ആക്കി വെക്കണം. അപ്പോൾ എന്നിട്ട് ഇതേ പരിവാകുമ്പോഴത്തേക്ക് ഇത്തിരി എടുത്ത് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. ഇനി നമ്മൾ 2 സവോള അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ക്യാരറ്റ് നമുക്ക് അരിഞ്ഞെടുക്കണം ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് നമുക്കതിലോട്ട് ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ചട്ടി ചൂടാകുമ്പോൾ അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്കിനി എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് സവോളയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണേ. അപ്പോൾ നമ്മൾ വഴറ്റിയെടുക്കുകയാണിത് നല്ലപോലെ. നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പിടണേ. ഉപ്പ് നമുക്ക് അവസാനം വേണം ഇടാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നത്, ഞാനിപ്പോൾ തന്നെ ഇടുകയാണ്. ഇത് എൻ്റെ തന്നെ കൂട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ കൂട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി പിന്നെ ഇത്തിരി ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ടുകൊണ്ട് അതിലിപ്പോൾ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ടത്. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഇനി നമുക്കില്ലേ ഈ മുട്ട നല്ലോണം ഇളക്കി നമ്മൾ മുട്ട ചിക്കത്തില്ല അതുപോലെ ആക്കിയെടുക്കണം. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതേപോലുള്ള മോമോസൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ ഇതേപോലെ ആക്കി, ഇതിനേക്കാളും കുറച്ചൊരു നല്ലോണം ചിക്കി എടുക്കണം. ഇതേപോലെ ആക്കണം. എന്നിട്ട് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ മാവ് ഇപ്പോൾ സെറ്റായിട്ടുണ്ടാവും. മാവല്ല, നമ്മുടെ ചപ്പാത്തി മാവൊക്കെ പോലെ അങ്ങനെ നമ്മളിപ്പോൾ സെറ്റായിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമുക്കിത് നല്ലവണ്ണം ഇങ്ങനെ ഉരുട്ടിയിട്ട് അതിങ്ങനെ കൈ വെച്ചിങ്ങനെ ഒന്ന് പരത്തണം. നല്ലപോലെ പരത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു കൂട്ടില്ലേ ഫ്രണ്ട്സ്, അത് നമ്മൾ തണുക്കാൻ വെക്കണം കേട്ടോ ഫ്രണ്ട്സ്. ആ കൂട്ട് അത് കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ ആ കൂട്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ഇങ്ങനെ സൈഡിലോട്ട് മടക്കിയിട്ട് ഇങ്ങനെ എല്ലാ സൈഡും അമക്കി ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ് ചെയ്യേണ്ടത്. കണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി ഒരു ഇഡലിത്തട്ട് എടുത്തിട്ട് അതിൽ നമ്മൾ ഇങ്ങനത്തെ സംഭവം വെച്ച് കൊടുക്കണം. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. പിന്നെ അത് സ്റ്റൗ കത്തിക്കാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റൗ കത്തിക്കുകയാണിപ്പോൾ. നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് ആ വഴി ചൂടൊക്കെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അപ്പം നമുക്കിനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോമോസ്. ഇത് നമുക്ക് മൈദ വെച്ചും ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ആ ഗോതമ്പിൻ്റെ ഭാഗത്ത് മൈദ ആക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബായ്.